ഞാൻ എപ്പോഴാണ് മൂക്കുകുത്തിയത്, മൂക്കുകുത്തിയതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ പറയുമെന്ന് കുറേ പേര് ചോദിച്ചപ്പോൾ ഞാനത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു കിട്ടുന്നുണ്ടായിരുന്നു. മൂക്കുകുത്തിയ കാര്യത്തെ പറ്റി എന്തായാലും പറഞ്ഞല്ലോ, അപ്പോൾ സെക്കൻഡ് സ്റ്റേഡ് കുത്തിയ കാര്യം കൂടി പറഞ്ഞില്ലെങ്കിൽ അത് മോശമായി പോവില്ലേ? അതായത് എനിക്ക് പറയണം ഇപ്പോൾ അതെന്നെ കാര്യം. അപ്പോൾ അതിന് റിലേറ്റഡ് ആയിട്ട് കുറച്ച് ഇയറിങ്സ് കളക്ഷൻസും കാണിക്കാമെന്ന് വിചാരിച്ചു. ഈ സെക്കൻഡ് സ്റ്റെഡ് കുത്തി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും സംഭവം എവിടെയാണെന്ന് നിങ്ങളിപ്പോൾ നോക്കുന്നുണ്ടാവും. സംഭവം എത്ര തപ്പിയാലും കിട്ടില്ല, കാരണം സംഭവം അവിടെ ഇല്ല. സെക്കൻഡ് സ്റ്റെഡ് ഞാൻ വളരെ ഇഷ്ടപ്പെട്ടു പോയി കുത്തിയതാണ് കേട്ടോ. അതും ഇപ്പോഴൊന്നല്ല, കുറച്ച് വർഷങ്ങൾക്ക് മുന്നാണ്, ഏകദേശം ഒരു 4-5 കൊല്ലം മുന്നൊക്കെയാണ് സംഭവം. തട്ടാൻ്റെ അടുത്ത് പോയെന്നല്ല കേട്ടോ കുത്തിയത്, ഒരു ജ്വല്ലറിയിൽ എൻ്റെ മൂക്ക് കുത്തിയ പോലെ തന്നെ ഗണ്ണ് വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നത്. എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിരുന്നു. ഒരു 5 ദിവസം എത്തിയപ്പോൾ കറക്റ്റ് ആ വൂണ്ടൊക്കെ നല്ലോണം കരിഞ്ഞ് പുതിയ കമ്മലൊക്കെ ഇടാൻ പാകത്തിന് സെറ്റായിട്ട് കിട്ടിയതായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഈ 5 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഈ കമ്മൽ പുതിയത് മാറ്റിയിടണമല്ലോ. അപ്പോൾ ആ ഒരു ദിവസത്തിൻ്റെ ഉച്ച സമയത്ത് എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആളുടെ അടുത്ത് വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ആളുടെ ചെവിയുടെ ബാക്കിൽ ഒരു വലിയ ലംബ് പോലെ ഇങ്ങനെ കണ്ടു. അപ്പം ഞാനിങ്ങനെ നോക്കി കഴിഞ്ഞപ്പോൾ സെക്കൻഡ് സ്റ്റഡിൻ്റെ ബാക്കിലാണ്. അതായത് കുത്തിയത് എന്തോ ശരിയായില്ല, അപ്പോൾ ഒരു ലംബ് പോലെ ഇങ്ങനെ വന്ന് പിന്നെ അത് വലിയൊരു മുഴ പോലെയായി. അപ്പോൾ അത് ചെറിയൊരു സർജറിയിലൂടെ നീക്കം ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കണേന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അത് കേട്ടപ്പോൾ എനിക്ക് കുത്തിയിട്ട് അധികം ആയിട്ടില്ലല്ലോ, അപ്പോൾ എന്തോ ഒരു പേടി. അങ്ങനെ ഞാൻ വൈകുന്നേരം ആ ഒരു പേടി മനസ്സിൽ വെച്ചിട്ടാണ് എൻ്റെ കമ്മൽ മാറ്റിയിടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ കുറച്ച് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായി ഊരിക്കഴിഞ്ഞപ്പോൾ പിന്നെ ആ കമ്മൽ തിരിച്ച് വേറെ പുതിയത് ഇടാൻ നേരത്ത് എൻ്റെ മനസ്സ് പറഞ്ഞു, വേണ്ട, ഇനി ഇതിൻ്റെ മേലെ ഒരു സർജറി ചെയ്യാൻ വയ്യ എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഒരു കാരണമില്ലാതെ എൻ്റെ പേടിയുടെ പുറത്ത് എൻ്റെ സെക്കൻഡ് സ്റ്റെഡ് ആ ഒരു ആഗ്രഹം ഞാനവിടെ ഉപേക്ഷിച്ചു. ഷൂ ഉണ്ടായിരുന്നല്ലോ, അത് കമ്മലിടാതെ ആയപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ അടഞ്ഞുപോയി. അപ്പോൾ ഇതാണ് എൻ്റെ സെക്കൻഡ് സ്റ്റെഡിൻ്റെ സ്റ്റോറി കേട്ടോ.